പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ രസതന്ത്രം കെമിസ്ട്രിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചേരുംപടി ചേർക്കുക. മൂലകങ്ങളും പ്രതീകങ്ങളും തന്നിട്ടുണ്ട്. മൂലകങ്ങൾ അലൂമിനിയം, ഇരുമ്പ്, ഫ്ലൂറിൻ, സ്വർണം. അതിന്റെ പ്രതീകങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അലൂമിനിയത്തിന്റെ AL ആണ്, ഇരുമ്പിന്റെ FE ആണ്, ഫ്ലൂറിന്റെ F ആണ്, സ്വർണത്തിന്റെ AU ആണ്. അതിന്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ B ആണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് 2 പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഒന്ന്, വൈദ്യുത ലേപന പ്രക്രിയ വഴി ചെമ്പുവളയിൽ സ്വർണം പൂശാൻ സാധിക്കുമെന്നും, രണ്ടാമത്തേത് ഈ പ്രക്രിയയിൽ ചെമ്പുവള ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് ബന്ധിപ്പിക്കുന്നു എന്നുള്ളതും. ഇതിൽ ഓപ്ഷൻ C പ്രസ്താവന 1 ശരിയാണ്. വൈദ്യുത ലേപന പ്രക്രിയ വഴി ചെമ്പുവളയിൽ സ്വർണം പൂശാൻ സാധിക്കും. എന്നാൽ പ്രസ്താവന 2 തെറ്റാണ്. ഓപ്ഷൻ C ആണ് ഉത്തരം. ഇനി 3 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് ചോയ്സ് ഉണ്ട്. 2 സ്കോർ വീതമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രജന്റെ 2 ആറ്റങ്ങളും ഓക്സിജന്റെ 1 ആറ്റവും ചേർന്ന് ഒരു ജലതന്മാത്ര ഉണ്ടാകുന്നു. ഓക്സിജന്റെ 2 ആറ്റങ്ങൾ ചേർന്ന് ഒരു ഓക്സിജൻ തന്മാത്ര ഉണ്ടാകുന്നു. രാസപ്രവർത്തനങ്ങളിലൂടെ രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത പദാർത്ഥങ്ങൾ എന്തെന്നറിയപ്പെടുന്നു? മൂലകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, B, ജലം ഒരു സംയുക്തമാണ്, വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജലം സംയുക്തമാണ്, വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ എഴുതാം നോക്കാം. ജലത്തിൽ ഒന്നിലധികം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരു നിശ്ചിത അനുപാതത്തിൽ ഒന്നിലധികം മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന ശുദ്ധ പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. ജലത്തെ രാസപ്രവർത്തനങ്ങൾ വഴി ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിച്ചെടുക്കാം. അപ്പോൾ ജലം സംയുക്തമാണ്. അതിനെ വിശദീകരിച്ച് എഴുതാൻ പറഞ്ഞതാണ് കണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ അതിനെ വിശദീകരിച്ച് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം സിൽവർ നൈട്രേറ്റ് ലായനി എടുത്ത് അതിലേക്ക് സോഡിയം ക്ലോറൈഡ് ലായനി ചേർക്കുന്നു. ഉണ്ടാകുന്ന ഉൽപ്പന്നം 2 കഷ്ണം പഞ്ഞിയിൽ മുക്കി ഒന്ന് കറുത്ത കടലാസിൽ പൊതിഞ്ഞും മറ്റേത് തുറന്നും അല്പസമയം വയ്ക്കുന്നു. ഈ പരീക്ഷണത്തിന്റെ നിരീക്ഷണവും നിഗമനവും എഴുതുക. ഇത് എന്താണ്? സിൽവർ നൈട്രേറ്റ് ലായനി എടുത്ത് സോഡിയം ക്ലോറൈഡ് ലായനിയിൽ ചേർത്തിട്ട് അതിന് ഉണ്ടാകുന്ന ഉൽപ്പന്നം എടുത്ത് കറുത്ത കടലാസിൽ പൊതിഞ്ഞു വെച്ചാൽ അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. മറ്റേ തുറന്നു വച്ചതിന് എന്ത് സംഭവിക്കും? തുറന്നു വച്ചതിന്റെ കളറ് കറുത്ത കളറായിട്ട് മാറുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. കറുത്ത പേപ്പർ കൊണ്ട് പൊതിയാത്ത പഞ്ഞിയുടെ നിറം കറുത്ത നിറമായിരിക്കും. കാരണം ഇതിൽ പ്രകാശം തട്ടുന്നതിനാൽ എന്ത് സംഭവിക്കും? സിൽവർ ക്ലോറൈഡ് വിഘടിച്ച് കറുത്ത സിൽവർ അയണുകൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇതില് കളർ ചേഞ്ച് വരുന്നത്. കറുത്ത പേപ്പർ കൊണ്ട് പൊതിഞ്ഞതിൽ കളർ ചേഞ്ച് ഒന്നും വരില്ല, പ്രകാശം തട്ടുന്നതിനാലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവന്റെ നിലനിൽപ്പിന് തന്നെ കാരണമാകുന്ന പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? പ്രകാശോർജം രാസോർജമായിട്ട് മാറുകയാണ്. ചില മരുന്നുകൾ ബ്രൗൺ നിറമുള്ള കുപ്പികളിൽ സൂക്ഷിക്കുന്നു. കാരണം എന്ത്? ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്നെയാണ്, പ്രകാശം തട്ടി കഴിയുമ്പോൾ അതിനെന്ത് സംഭവിക്കും? രാസമാറ്റം സംഭവിക്കും. അങ്ങനെ രാസമാറ്റം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചില മരുന്നുകൾ ബ്രൗൺ കുപ്പികളിൽ സൂക്ഷിക്കുന്നത്. പ്രകാശം തട്ടിക്കഴിഞ്ഞാൽ പ്രകാശത്തിനെ അത് ആഗിരണം ചെയ്തു കഴിഞ്ഞാൽ അവിടെ രാസമാറ്റം സംഭവിക്കുകയും അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാനാണ് ബ്രൗൺ നിറമുള്ള കുപ്പികളിൽ മരുന്ന് സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ്, കാൽസ്യം കാർബണേറ്റ് വിഘടിക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം നൽകിയിരിക്കുന്നു. ഈ പ്രവർത്തനത്തിലെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? CaOയും CO2വുമാണ്. സൾഫർ ഓക്സിജനുമായി പ്രവർത്തിച്ച് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സൾഫർ ഓക്സിജനുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? SO2 സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവും. ഇതാണ് അതിന്റെ രാസസമവാക്യം എന്ന് പറയുന്നത്. 6, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ആവശ്യമുള്ളതുമായ ഏതിനെയും ദ്രവ്യം എന്ന് വിളിക്കുന്നു. എന്നാൽ മാസ് എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാസ് എന്നാൽ എന്തെന്ന് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. മാസ് എന്നാൽ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു പരീക്ഷണത്തിന്റെ പ്രവർത്തനക്രമം എഴുതുക. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു പരീക്ഷണം എങ്ങനെയാണ്? ആദ്യം ഒരു കല്ലെടുത്ത് നൂലിൽ കെട്ടുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒരു ബീക്കറിൽ അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. പകുതി ഭാഗം ജലമെടുത്ത് ജലനിരപ്പ് അടയാളപ്പെടുത്തിയ ഒരു ബീക്കറിലേക്ക് ഒരു കല്ല് നൂലിൽ കെട്ടി സാവധാനം താഴ്ത്തുക. അപ്പോൾ ബീക്കറിലെ ജലനിരപ്പ് സാവധാനം ഉയരുന്നതായി കാണാം. ഈ കല്ല് കെട്ടിയത് നമ്മൾ വെള്ളത്തിലേക്ക് താഴ്ത്തി കഴിയുമ്പോൾ വെള്ളം എന്ത് ചെയ്യും? മുകളിലേക്ക് പൊങ്ങും അല്ലേ? അപ്പോൾ ആ ജലനിരപ്പ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? സാവധാനം ഉയരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സോഡിയം ജലവുമായി പ്രവർത്തിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഹൈഡ്രജൻ വാതകവും ഉണ്ടാകുന്നു. ഈ പ്രവർത്തനം ഭൗതിക മാറ്റമോ രാസമാറ്റമോ? എന്തുകൊണ്ട്? രാസമാറ്റമാണ്. സോഡിയം ജലവുമായി പ്രവർത്തിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ വാതകവും ഉണ്ടാകുന്നു. ഈ പ്രവർത്തനം ഭൗതിക മാറ്റമോ രാസമാറ്റമോ? രാസമാറ്റമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ്? ഇവിടെ എന്താണ്? പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നുണ്ട്. അതായത് സ്ഥിരമായ മാറ്റമാണ്. അതുകൊണ്ട് ഇതൊരു രാസമാറ്റമാണ്. പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. സ്ഥിരമായ മാറ്റമാണ്. അതുകൊണ്ട് ഇതൊരു എന്താണ്? രാസമാറ്റമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിരവധി ശാസ്ത്രജ്ഞരുടെ ശ്രമഫലമായാണ് നാം ഇന്ന് ഉപയോഗിക്കുന്ന ആധുനിക ആവർത്തന പട്ടികയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ചുവടെ നൽകിയിരിക്കുന്ന ശാസ്ത്രജ്ഞർ മൂലകങ്ങളെ വർഗീകരിച്ചത് എങ്ങനെയെന്ന് വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ലാവോസിയെയും ന്യൂലാൻഡ്സിനെയും ആണ് തന്നിരിക്കുന്നത്. ലാവോസിയും ന്യൂലാൻഡ്സും എങ്ങനെയാണ് മൂലകങ്ങളെ വർഗീകരിച്ചതെന്നാണ് എഴുതേണ്ടത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആന്റോയും ലാവോസിയും എങ്ങനെയാണ്? അന്ന് അറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു. ന്യൂലാൻഡ്സ് എങ്ങനെയാണ്? മൂലകങ്ങളെ മാസ് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അഷ്ടക നിയമം ഉപയോഗിച്ച് ക്രമപ്പെടുത്തി. ഇനി അടുത്തത് അതല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓർ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. മെന്റലീഫ് മൂലകങ്ങളെ വർഗീകരിച്ചത് എങ്ങനെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഒരു മേന്മ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മെന്റലീഫ് മൂലകങ്ങളെ വർഗീകരിച്ചത്? മാസ് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ആവർത്തന നിയമം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത്? പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. മാസ് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ആവർത്തന നിയമം ഉപയോഗിച്ചാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അറിയപ്പെടാതിരുന്നിട്ടുള്ള അതിന്റെ മേന്മ എന്ന് പറയുന്നത് എന്താണ്? അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കുള്ള കളങ്ങൾ ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ചത് മൂലകങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ചുള്ള പഠനം എളുപ്പമാക്കി. അതാണ് മെന്റലീഫിന്റെ ടേബിളിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ 9ാമത്തെ ക്വസ്റ്റ്യൻ. 2 പ്രവർത്തനങ്ങൾ നൽകിയിരിക്കുന്നു. ഒന്നില് ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം അമോണിയം ക്ലോറൈഡ് എടുത്ത് അതിലേക്ക് അല്പം ബേരിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുക. ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് നന്നായി ഇളക്കി വെച്ച് വാച്ച് ഗ്ലാസിന്റെ അടിഭാഗം സ്പർശിക്കുക. എന്തനുഭവപ്പെടും? നമുക്കവിടെ തണുപ്പ് അനുഭവപ്പെടും. മഗ്നീഷ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനം രണ്ടാമത്തെ തന്നേക്കണം. അപ്പൊ ഇതില് പ്രവർത്തനം 1ന്റെ നിരീക്ഷണം എഴുതുക. എന്തായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്? അടിഭാഗത്ത് തണുപ്പ് അനുഭവപ്പെടും. പ്രവർത്തനം 2ൽ ഉണ്ടാകുന്ന വാതകത്തെ എങ്ങനെ തിരിച്ചറിയാം? നമ്മൾ വല്ല തീപ്പെട്ടിയോ അല്ലെങ്കിൽ എന്താണ് ചന്ദനത്തിരിയോ കത്തിച്ചത് അതിന്റെ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? പോപ്പ് എന്നൊരു സൗണ്ട് അല്ലെ, ഫും എന്നൊരു സൗണ്ട് ഉണ്ടാകും. അങ്ങനെ നമുക്കതിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തേല് നമുക്ക് തണുപ്പ് അനുഭവപ്പെടും. രണ്ടാമത് ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗത്ത് കത്തിക്കുന്ന തീപ്പെട്ടിക്കോലോ അല്ലെങ്കിൽ കത്തുന്ന തീപ്പെട്ടിക്കോലോ ചന്ദനത്തിരിയോ കാണിക്കുമ്പോൾ അവിടെ ശബ്ദത്തോടെ ഒരു പോപ്പ് സൗണ്ട് ഉണ്ടാവും, കത്തുന്നു അല്ലെ. അതായത് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നതിനാലാണ് സംഭവിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ 2 രാസപ്രവർത്തനങ്ങളുടെയുമായി ബന്ധപ്പെട്ട ഊർജ്ജ രൂപം ഏതാണ്? താപോർജ്ജമാണ്. താപോർജ്ജമാണ്. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ. സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു തന്മാത്രയിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 സൾഫർ ആറ്റവും 4 ഓക്സിജൻ ആറ്റങ്ങളും അടങ്ങിയിരിക്കുന്നു. സൾഫ്യൂരിക് ആസിഡിന്റെ രാസസൂത്രം എഴുതുക. രാസസൂത്രം എങ്ങനെയാണ് എഴുതുന്നത്? 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ H2, പിന്നെ ഒരു സൾഫർ ആറ്റം S, 4 ഓക്സിജൻ ആറ്റം H2SO4 എന്ന് എഴുതുക.
അതാണ് സൾഫ്യൂരിക് ആസിഡിന്റെ രാസസൂത്രം എന്ന് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡിന്റെ 4 തന്മാത്രകളിൽ അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡിന്റെ H2SO4 അല്ലേ, അപ്പോൾ എന്താണ് 1 × 2 2 പ്ലസ്, അപ്പൊ 2 പ്ലസ് 1 പ്ലസ് എത്രയാണ് 4. അപ്പൊ എത്രയാണ് സൾഫ്യൂരിക് ആസിഡിന്റെ 4 തന്മാത്രകളിൽ അടങ്ങിയിരിക്കുന്നതാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാത്തിനെയും 4 വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് 4 × H2SO4 4 × 2 പ്ലസ് 4 × 1 4 പ്ലസ് 4 × 4, അപ്പോൾ 8 പ്ലസ് 4 പ്ലസ് 16 അല്ലേ, മൊത്തം 28. അപ്പൊ 4 തന്മാത്രകളിൽ അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങളുടെ എണ്ണം 28 ആണ്. ഇത്രയും എണ്ണമാറ്റങ്ങൾ ലഭിക്കണമെങ്കിൽ എടുക്കേണ്ട അമോണിയ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? 7 ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് സാമ്പിൾ എ, സാമ്പിൾ ബി, സാമ്പിൾ സി തന്നിട്ടുണ്ട്. സാമ്പിൾ ബിയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം. സാമ്പിൾ ബിയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം ഇവിടെ 5 എണ്ണം ഉണ്ട്. ഇവിടെ പിന്നെ 1 ഉണ്ട് അല്ലേ. അപ്പോൾ 3 × 5 പ്ലസ് 1 × 3 3. അപ്പോൾ 5 × 3 15, 5 × 3 15, 15 പ്ലസ് 3 18. അപ്പോൾ മൊത്തം ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 18 ആണ്. ആറ്റങ്ങളുടെ എണ്ണം ഒരുപോലെയുള്ള സാമ്പിളുകൾ എയും സിയുമാണ്. എ ആൻഡ് സി ആണ്. സാമ്പിൾ എയുടെ 5 തന്മാത്രകളുടെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. അപ്പൊ 5 തന്മാത്രകളാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? സാമ്പിൾ എയുടെ ആണ്. അപ്പൊ 5 × 6 പ്ലസ് 5 × 12 പ്ലസ് 5 × 6. ഇതുങ്ങളെല്ലാം കൂടി ചെയ്യുക. അപ്പൊ നമുക്ക് 120 കിട്ടും ഉത്തരം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ രസതന്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.